കേരളത്തിലെ പ്രസവ ശസ്ത്രക്രിയാ നിരക്ക് കൂടുന്നു. ദേശീയ ശരാശരിയേക്കാൾ മുകളിലാണ് സംസ്ഥാനത്തെ പ്രസവ ശസ്ത്രക്രിയാ നിരക്ക്. വർഷങ്ങളായി കേരളത്തിൽ പ്രസവ ശസ്ത്രക്രിയാ നിരക്ക് 40% മുകളിലെന്നാണ് വിവരങ്ങൾ. അടിയന്തര ഘട്ടത്തിലും മറ്റും നിർദ്ദേശിക്കുന്ന ശസ്ത്രക്രിയയുടെ എണ്ണം സർക്കാർ ആശുപത്രികളിലും വർദ്ധിക്കുകയാണ്. അമ്മയ്ക്കും കുഞ്ഞിനും ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളും ഈ ശസ്ത്രക്രിയകൾ സൃഷ്ടിക്കുന്നുണ്ടെന്ന് ഡോക്ടർമാർ പറയുന്നു. ഭീമമായ ചിലവും സാധാരണക്കാർക്ക് താങ്ങാനാകുന്നില്ല. എസ് സാരംഗ് ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. സാരംഗ്, എന്താണ് ഇത്രയധികം പ്രസവ ശസ്ത്രക്രിയകൾ വർദ്ധിക്കാൻ കാരണമെന്ന് വ്യക്തമായിട്ടുണ്ട്? അത് ഈ പല സ്വകാര്യ ആശുപത്രികളും ഭീമമായ തുക ഈ സാധാരണക്കാരിൽ നിന്നും ഈടാക്കാൻ വേണ്ടി, ഈ ഗർഭിണികളിൽ നിന്നും ഈടാക്കാൻ വേണ്ടി, പ്രസവ സമയത്ത് ഈടാക്കാൻ വേണ്ടിയാണ് ഇത്തരം ശസ്ത്രക്രിയ നടത്താമെന്ന നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുന്നത്. അതിൽ പല കാരണങ്ങൾ പറയും. ഒന്നില്ലെങ്കിൽ കുഞ്ഞിന് ചില ആരോഗ്യ പ്രശ്നം ഉണ്ടാകാം, അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ പറഞ്ഞുകൊണ്ടാണ് സ്വകാര്യ ആശുപത്രികൾ ഇത് നിർദ്ദേശിക്കുന്നത്. പക്ഷേ ഈ സർക്കാർ ആശുപത്രികളിലും ഈ കണക്ക് കൂടുന്നതിൻ്റെ കാരണം എന്താകും? ടോം, അതിന് പ്രധാനമായി മുന്നോട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു പല സർക്കാർ ആശുപത്രികളിലും ഒരു അടിയന്തര ഘട്ടം ഉണ്ടായാൽ, അതായത് രാത്രിയോ മറ്റോ വല്ല അത്തരത്തിലുള്ള ഒരു അടിയന്തര ഘട്ടം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അത് ആ സാഹചര്യം നേരിടാൻ തരത്തിലുള്ള ഒരു സജ്ജീകരണങ്ങൾ സ്റ്റാഫ് ആയിക്കോട്ടെ, മറ്റ് പാരാമെഡിക്കൽ സ്റ്റാഫ്, ഡോക്ടേഴ്സ്, അങ്ങനെ ഒന്നും തന്നെ ഇത്തരത്തിൽ എല്ലാ സർക്കാർ ആശുപത്രികളിലും ലഭ്യമല്ല. ചില സർക്കാർ ആശുപത്രികൾ ഒഴികെ ബാക്കി എല്ലാവരുടെയും ഇത്തരത്തിലുള്ള ഒരു അടിയന്തര ഘട്ടം, ആ സമയത്തുള്ള അടിയന്തര ഘട്ടങ്ങൾ നേരിടാനുള്ള സാഹചര്യങ്ങൾ നിലവിലില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത്തരത്തിലുള്ള സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടി അടക്കം സർക്കാർ ആശുപത്രികളിൽ ഇത്തരത്തിലൊരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. കാരണം ചെറിയ കോംപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ പോലും സ്വാഭാവിക പ്രസവത്തിന് കാത്തു നിൽക്കാതെ ഇങ്ങനെ നോക്കാം എന്ന് പറയുന്ന സാഹചര്യമുണ്ട്. കാരണം ഇത്തരത്തിൽ ഇങ്ങനെ ഒരു അടിയന്തര ഘട്ടം ഉണ്ടായാൽ നമുക്ക് അത് ഈ ഒരു സർക്കാർ ആശുപത്രിയിൽ നേരിടാൻ കഴിയില്ല എന്ന് പറയാതെ പറയേണ്ട ഒരു സാഹചര്യം ഡോക്ടർമാർക്കും വരുന്നുണ്ട്. അത്തരത്തിൽ ഈ ഒരു സാധാരണക്കാരനാകുമ്പോൾ ഇവർക്ക് ഇത്തരം സ്വകാര്യ ആശുപത്രികളിലേക്ക് പോകാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. കാരണം നമുക്കിപ്പോൾ അറിയാം, സ്വകാര്യ ആശുപത്രികളിൽ ഇങ്ങനെ പാക്കേജ് കണക്കെയാണ് പ്രസവവും മറ്റ് അതുമായി ബന്ധപ്പെട്ട ചികിത്സകളെല്ലാം നടക്കുന്നത്. വലിയ തുകയാണ് ആവശ്യപ്പെടുന്നത്. കാരണം ഇതിൽ നമുക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റാത്ത ഒരു സംഭവമാണ് ഈ പ്രസവം എന്ന് പറയുന്നത്. കാരണം അതിൽ കുഞ്ഞിൻ്റെയും കുട്ടിയുടെയും സുരക്ഷ നമ്മൾ പ്രാധാന്യത്തോടെ കാണുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ സ്വകാര്യ ആശുപത്രിയിലേക്ക് പോയി ചികിത്സാ ചെലവ് കുറഞ്ഞു കിട്ടുക എന്നുള്ളത് നടക്കുന്ന ഇത്തരത്തിൽ യാഥാർത്ഥ്യമാവുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ സർക്കാർ ആശുപത്രിയിൽ തുടരാം. അതിന് സിസേറിയനാണ് ഇതിന് മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശമെങ്കിൽ അത് പിന്തുടരാം എന്നുള്ളൊരു ഈ ഒരു കുടുംബാംഗങ്ങളുടെ അടക്കം ഒരു സമ്മതത്തിന് പുറത്താണ് ഇങ്ങനെ കുറേ സർക്കാർ ആശുപത്രികൾ വർദ്ധിക്കുന്നത്. പിന്നെ ഇതിൽ വേറെ വലിയൊരു ഘടകം എന്ന് പറയുന്നത് പുതുതലമുറയിൽപ്പെട്ട പുതിയ ആൾക്കാർക്ക്, അതായത് യുവതികൾക്കടക്കം ഇത്തരത്തിലുള്ള ഒരു ആരോഗ്യ പ്രശ്നങ്ങൾ, അതായത് ജീവിതശൈലി രോഗങ്ങളും ഒപ്പം ഈ ഒരു PCOD തുടങ്ങിയ പല അസുഖങ്ങളും വർദ്ധിച്ചു വരുന്നുണ്ട്. അത് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ വളരെ നോർമലായിട്ടുള്ള, വളരെ പൊതുവെ എല്ലാവർക്കും ഉള്ളൊരു അസുഖമായി PCODയും മറ്റ് പല ഇതുമായി ബന്ധപ്പെട്ട ഈ ഒരു ഗർഭാശയവുമായി ബന്ധപ്പെട്ടതായിക്കോട്ടെ, മറ്റ് എല്ലാവിധ ആരോഗ്യ പ്രശ്നങ്ങളും ഈ യുവതികൾക്കുണ്ട്. അപ്പോൾ ഈ ഒരു ഗർഭം ധരിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ചെറിയ കോംപ്ലിക്കേഷൻ അടക്കം ഒഴിവാക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള രോഗാവസ്ഥയുള്ളവർക്ക് ശസ്ത്രക്രിയ നിർദ്ദേശവും മുന്നോട്ട് വയ്ക്കുന്നുണ്ട് കേട്ടോ. യെസ്, വ്യക്തമാണ്. സാരംഗാണ് വിവരങ്ങൾ നൽകിയത്. സാരംഗ് സൂചിപ്പിച്ചതുപോലെ ഈ അമ്മയ്ക്കും കുഞ്ഞിനും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഇത്തരം പ്രസവ ശസ്ത്രക്രിയകൾ വഴി ഉണ്ടാകുന്നുണ്ട് എന്ന കാര്യവും വിസ്മരിച്ചുകൂടാ. പക്ഷെ എന്താണ് ഇതുപോലുള്ള പ്രസവ ശസ്ത്രക്രിയ നിരക്ക് വർദ്ധിക്കുന്നത്, അക്കാര്യങ്ങളെക്കുറിച്ചൊക്കെ പരിശോധിക്കേണ്ടതാണ്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകും.